നമ്മൾ ഒരു സിനിമ കിട്ടി, എൻ്റെ ഡയറക്ടറായിട്ടൊക്കെ കഥകളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ആരാണ് ഹീറോ എന്ന് പറയുമ്പോൾ ചാക്കോച്ചനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. സൂപ്പർ ഹിറ്റായിരിക്കും. എന്നാണെങ്കിൽ വെറുതെ ചുണ്ടനയ്ക്കാൻ മതി, ഉള്ളിൽ മുഴുവൻ സംഗീതമാണ്. അതുകൊണ്ടാണ്, അല്ലാണ്ട് ഞങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പാടിയതുകൊണ്ടല്ല. അത് എൻ്റെ ഓർമ്മയിലൊരു കാര്യം വരുന്നുണ്ട്. കാരണം എറണാകുളത്തൊരു ഹോട്ടലിൽ വെച്ച് മയിൽപ്പീലിക്കാവിലെ പാട്ടുകളൊക്കെ സംഗീതം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഇപ്പോൾ രണ്ടാളുകൾ കയറി വന്നു, ചാക്കോച്ചനും ചാക്കോച്ചൻ്റെ ഫാദറും. എന്നിട്ട് പാട്ടൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചാക്കോച്ചൻ വന്നിരിക്കേണ്ട വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷെ പുള്ളി അങ്ങനെയല്ല, ഫാദർ അതല്ല, പുള്ളി ലെജൻഡാണ്. പണ്ട് കാലം മുതൽ ഇവിടെയുള്ള ഞങ്ങളെ കുട്ടികളായിരിക്കാൻ നേരത്തെ പോലെയുള്ള ഇവിടെയുള്ള ഒരുപാട് പടങ്ങൾ നിർമ്മിച്ച് വലിയ വലിയ സംഗീതജ്ഞന്മാരെ കൂടിയൊക്കെ ഇരുന്ന് അവരെ കൊണ്ടൊക്കെ പാട്ട് ചെയ്യിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഇനി എന്താണ് പറയാൻ പോകണമെന്നാവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായി. ചാക്കോച്ചൻ ഇങ്ങനെ ഇരുന്ന് നഖം കടിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരനല്ല, പുള്ളി ഇങ്ങനെ പാട്ടൊന്ന് കേൾക്കട്ടെ, പിന്നെ മയിലായി പറഞ്ഞതൊക്കെ പാടിക്കേപ്പിച്ചു കൊടുക്കും.